നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക തീയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ പാവയ്ക്ക തീയൽ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലെന്താ, അയ്യോ ഇത് കയ്പ്പാണല്ലോ എന്നുള്ളത്. അപ്പോൾ ഒട്ടും കയ്പ്പില്ലാതെ നമുക്ക് പാവയ്ക്ക തീയൽ വെച്ച് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇതുപോലൊരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് തിരുമ്മി വെക്കാം. ഇതുപോലെ നമുക്കൊന്ന് തിരുമ്മി വെക്കാം. എന്തിനാണ് ഇതിങ്ങനെ തിരുമ്മി വെക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉപ്പ് തിരുമ്മി വെക്കുമ്പോൾ ഈ പാവയ്ക്കയുടെ വെള്ളം മൊത്തമായിട്ട് നമ്മുടെ ഇത് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളൊരു 20 മിനിറ്റോളം നമ്മളിതിങ്ങനെ വെക്കണം. അപ്പോൾ ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു പിഞ്ച് അളവിലുള്ള ഉലുവയാണ് ചേർക്കുന്നത്. അപ്പോൾ ഉലുവയൊന്നും ഒത്തിരി ആകരുത് കേട്ടോ. പിഞ്ചെന്ന് പറയുമ്പോൾ ഒരു 3-4 എണ്ണയെ കാണത്തുള്ളൂ. അതുകൂടെ ചേർത്തിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം ചെറിയ ഉള്ളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈയെടുക്കാതെ ചെറു തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒട്ടും എണ്ണ ചേർക്കാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതോടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ സമയമാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ട് അത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് പുളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുതിർത്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പാവയ്ക്ക എങ്ങനെയായെന്ന് നോക്കൂ. ദേ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്കയിൽ നിന്ന് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഈ വെള്ളം ഉണ്ടല്ലോ നല്ല കയ്പ്പ് വെള്ളമാണ് കേട്ടോ. അത് നമുക്ക് മാറ്റാം. എന്നിട്ട് ഈ പാവയ്ക്ക നമുക്കെടുക്കാം. ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ പാവയ്ക്ക നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കത്തേക്ക് ഉപ്പൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ഉപ്പ് ചേർത്താണല്ലോ ഇത് തിരുമ്മി വെച്ചത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് ഒരു അടപ്പാത്രം കൊണ്ട് ഇതുപോലെ ഒന്ന് നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചെറു തീയിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൂട്ടുണ്ടല്ലോ, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന, അത് നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു ചെമ്മീൻ തീയലിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഫ്രൈ ചെയ്ത് എടുത്ത് തേങ്ങ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതേ ഒരു രീതിയിൽ വെന്ത് കിട്ടുമ്പോഴേക്കും ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ആ പുളിവെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഈ പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പം ഇത് പാവയ്ക്കയുടെ കൂടെ ഉള്ളിയും കൂടെ ചേർത്താണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കറിവേപ്പിലയും ചേർത്തിട്ട് ഞാൻ 1/2 കപ്പ് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ട് അതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ചു വെക്കണം. അടച്ചു വെക്കുമ്പോഴത്തേക്കും ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയുടെ ഇതുപോലെ ഇങ്ങനെ ഒരു ചേഞ്ചസ് വരുമ്പം ഈ ഉള്ളി നല്ല സോഫ്റ്റായിട്ടും ഏകദേശം ഒരു പകുതി വേവി കൂടുതൽ ആയിട്ടും ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഈ ഒരു സമയം നമുക്ക് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം ഈ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വേവിച്ച് എടുക്കാം. ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് തിളച്ച് നല്ലൊരു വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ പാവയ്ക്ക നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ അത് നമുക്കിനി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നോക്കൂ, ഉള്ളിയൊക്കെ നന്നായിട്ട്
കുറുകി വന്നിട്ടുണ്ട്, നല്ല ചാറോടുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാവയ്ക്ക ചേർക്കുമ്പം നമുക്ക് ഇനി ചാറ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്തേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇതിപ്പോൾ കറക്റ്റാണ്, ഞാൻ അതുകൊണ്ട് ഇനി വെള്ളമൊന്നും ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഇനി അല്പം ഉപ്പും കൂടെ കുറവുണ്ടായിരുന്നു, ഞാനതും കൂടെ ചേർത്തിട്ട് ഒരല്പം പുളിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാവയ്ക്ക തീയൽ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.